السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയോടെ ഇസ്ലാമിക ജീവിതം നയിക്കണം എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, അശറഫു ആയത്തിൻ ഫിൽ ഖുർആനി ആയത്തുൽ കുർസി. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിയ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഒരു മുഅ്മിൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പഠിക്കുന്നൊരു ആയത്താണ്. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്ത്. ഒരു ദിവസം ഒരുപാട് തവണ ഈ ആയത്തുകൾ നമ്മൾ ഉരുവിടും. രാവിലത്തെ ദിക്റുകളിൽ, വൈകുന്നേരത്തെ ദിക്റുകളിൽ, നമുക്ക് മനസ്സിന് പ്രയാസം തോന്നുന്ന ഒരു ഘട്ടങ്ങളിൽ സമയബന്ധിതമല്ലാതെ ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കണമെന്ന് ചിന്തിക്കുമ്പോഴൊക്കെ പാരായണം ചെയ്യാൻ പറ്റും ആയത്താണ് ആയത്തുൽ കുർസി എന്ന് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ബിൻ ഉബൈദ് ബിൻ ഉമൈർ അദ്ദേഹം പറയാണ്, കാന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഇദാ ദഖല മൻസിലഹു ഖറഅ ഫീ സവായാഹു ആയത്തുൽ കുർസി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എപ്പോൾ വീട്ടിൽ കയറിയാലും വീട്ടിന്റെ എല്ലാ മൂലകളിലും ആയത്തുൽ കുർസി ഓതും. എല്ലാ ഭാഗത്തും ആയത്തുൽ കുർസി ഓതും. കാരണം ശൈത്വാനിൽ നിന്ന് സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അതേപ്രകാരം ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സലഫുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലിഅന്നഹു യുകററു ഫീഹ ഇസ്മുല്ലാഹി തആല. എന്തുകൊണ്ടാണ് ഏറ്റവും മഹത്വമുള്ള ആയത്തായത് ഈ ആയത്തുൽ കുർസി? അള്ളാഹുവിന്റെ നാമം ഇതിൽ ആവർത്തിക്കുന്നുണ്ട്. ബൈന മുൽമരിൻ വലാഹിരിൻ, പ്രത്യക്ഷമായും പരോക്ഷമായും. സമാനിയാശറത മറത്തൻ, ഒരേ ആയത്തിൽ 18 തവണ അള്ളാഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നു. അള്ളാഹുവിന്റെ വിശേഷങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ 5 നാമങ്ങൾ, അൽ ഹയ്യ്, അൽ ഖയ്യൂം, അൽ അലി, അൽ അലീം. അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ 99 നാമങ്ങളിൽ 5 ഈ ആയത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുകൂടാതെ 18 വിശേഷണങ്ങളും കാണാം. അങ്ങനെ അള്ളാഹുവെക്കുറിച്ച് 23 കാര്യങ്ങളാണ് ആയത്തുൽ കുർസിയിൽ മാത്രമുള്ളത് എന്ന് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അഖീദത്തുൽ വാസിത്തിയയുടെ വിശദീകരണത്തിലും ഉൾപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. പ്രാർത്ഥനകൾ
ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങൾ, ഇസ്തിഗ്ഫാറാണെങ്കിലും ഇസ്തിആദത്താണെങ്കിലും തവക്കുലാണെങ്കിലും, അഭൗതികമായ ഭയം, അഭൗതികമായ പ്രതീക്ഷ, അഭൗതികമായ സ്നേഹം, ഖേദിച്ചു മടങ്ങൽ, ഇങ്ങനെ ഇബാദത്തിന്റെ ഇനങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവൻ അർഹിക്കുന്നവനായ അള്ളാഹു അവന്റെ അടിസ്ഥാന നാമമാണ്. അള്ളാഹു അവന്റെ പേരാണ്. അവന്റെ ബാക്കി വിശദീകരണങ്ങളാണ് ഇനി പറയുന്നത്. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകത അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹു എന്ന നാമം തന്നെ അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ, മറ്റാരും ആരാധ്യനായി ഇല്ലാത്തവണ്ണം ഏകനായ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്നതിന്റെ വിശേഷണം. ദാലിക് ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അതാണ് കാര്യം. തീർച്ചയായും അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന നിലയിൽ സത്യമായിട്ടുള്ളത്. വഅന്നമാ യദൂന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്നതെല്ലാം അഥവാ സൃഷ്ടികളെല്ലാം ബാത്തിലാണ്. ആരാധ്യൻ എന്നുള്ള നിലക്ക് ലോകത്തുള്ള എല്ലാ ആരാധ്യന്മാരും ബാത്തിലാണ്. അള്ളാഹു മാത്രമാണ് ഹക്കായിട്ടുള്ള ആരാധ്യൻ. ഇതാണ് ഒന്നാമത്തെ വിശേഷം. രണ്ടാമതായി ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പഠിപ്പിച്ചു. മൂന്നാമതായി മുശ്രിക്കുകളുടെ മാർഗം അത് അങ്ങേയറ്റം ബാത്തിലാണ് എന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. സൃഷ്ടികളെ ആരാധിക്കുക എന്നത് ലോകത്തെ ഏറ്റവും വലിയ പൊള്ളത്തരമാണ് എന്ന് ആയത്തുൽ കുർസി നമ്മളെ ബോധ്യപ്പെടുത്തും. അള്ളാഹുവെക്കുറിച്ച് ഏറ്റവും നന്നായി നമ്മൾ ചിന്തിക്കുന്നത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോഴാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുള്ളവനാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, ഞാൻ നിന്നോട് സഹായം തേടുന്നു. നമുക്ക് ഇസ്തിഗാസ ചെയ്യാനുള്ളവൻ ഹയ്യും ഖയ്യൂമായിട്ടുള്ളവൻ ആരാണോ അവൻ മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അവൻ ഹയ്യാണ്. അള്ളാഹുവിന് ഹയാത്ത് എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തുകയാണ് ഈ ആയത്തുള്ളത്. അതായത് മമാത്തിനെതിര് അള്ളാഹു ഒരിക്കലും മരിക്കുന്നില്ല. ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, മരിക്കാത്തവനായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരിൽ മാത്രം നീ ഭരമേൽപ്പിക്കുക. എപ്പോഴും ജീവനുള്ളവൻ, ജീവിച്ചിരിക്കുന്നവൻ, അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകളിൽ ഒന്ന്. അൽ ഖയ്യൂം, ആകാശഭൂമികളെ ശരിയായ രൂപത്തിൽ സൃഷ്ടിച്ച് വിധാനിച്ചവൻ, സംവിധാനിച്ചവൻ, എല്ലാം നേരെ ചൊവ്വേ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ സ്വയമായി നേരെ നിൽക്കുകയും മറ്റുള്ളവയെ നേരെ നിർത്തുകയും ചെയ്യുന്നവനാണ് ഖയ്യൂം. അതാണ് എല്ലാം ശരിയായ രൂപത്തിൽ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവെ കുറിച്ച് ഖയ്യൂം എന്ന് പറയുന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. കാരണം മറ്റെല്ലാവർക്കും അള്ളാഹുവിലേക്ക് ആശ്രയം. ഒരു സൃഷ്ടിക്ക് നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അള്ളാഹു തൗഫീക്ക് തരണം. അള്ളാഹുവിനൊരു കാര്യം ചെയ്യാൻ മറ്റാരുടെയും തൗഫീക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. ഓ ജനങ്ങളെ, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എന്നാൽ അള്ളാഹു ആകട്ടെ ധന്യനും സ്തുത്യർഹനുമാണ് എന്ന് 35-ാമത്തെ സൂറത്ത് ഫാത്തിറിലെ 15-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഒരുമിച്ച് ചേർന്നാൽ ഈ രണ്ട് പദങ്ങളിൽ അതുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന രണ്ട് പദങ്ങളാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഒന്നാമതായി അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു ഹയ്യ് ആയതുകൊണ്ടാണ് അവൻ നിർവഹിക്കുന്നത്. രണ്ടാമതായി അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ പൂർണ്ണതയുള്ളത് അവൻ ഏതു കാര്യവും കൃത്യമായി നിർവഹിക്കാൻ കഴിയും. ഒരു കാര്യവും കഴിയാത്തതായി അള്ളാഹുവിനുണ്ടാവുകയില്ല. അതാണ് ഹയ്യ് ഖയ്യൂം എന്നതിലൂടെ വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നത്. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖാലൽ ഉലമാ, പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ തമയ്യസത് ആയത്തുൽ കുർസി ബികൗനിഹാ അഅ്ളമ ലിമാ ജമഅത് മിൻ ഉസൂലിൽ അസ്മാഇ വസ്സിഫാതി മിനൽ ഇലാഹിയ്യതി വൽ വഹ്ദാനിയ്യതി വൽ ഹയാതി വൽ ഇൽമി വൽ മുൽക്കി വൽ ഖുദ്റതി വൽ ഇറാദതി വഹാദിഹി സബ്അതു ഉസൂലുൽ അസ്മാഇ വസ്സിഫാത്ത്. അഅ്ളമു ആയ എന്ന വിശേഷണം ആയത്തുൽ കുർസിന് ലഭിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ 7 നാമങ്ങൾ, 7 വിശേഷണങ്ങൾ, ആ വിശേഷണ അടിസ്ഥാനത്തിൽ വന്ന അനേക നാമങ്ങൾ അതിലേക്ക് കൃത്യമായി ഈ സൂറത്ത് വെളിച്ചം വീശുന്നു. ഒന്ന് ഹയാത്ത്, അള്ളാഹുവിന് ജീവനുണ്ട്. ഇൽമ്, അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ആയത്തുൽ കുർസിയിൽ പറയുന്നു. മുൽക്ക്, അള്ളാഹുവിന്റെ ആധിപത്യത്തെ കുറിച്ച് പറയുന്നു. വൽ ഖുദ്റ, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്. വൽ ഇറാദ, അള്ളാഹുവിന്റെ തീരുമാനത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ
അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും സവിശേഷമായ 7 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആയത്തുൽ കുർസി ഉള്ളത് എന്നതുകൊണ്ടാണ് ഇത് അഅ്ലമു ആയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്ന് ഇമാം നവവി റഹിമഹുല്ല ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഉറക്കമോ മയക്കമോ അവനെ പിടികൂടുന്നില്ല. നമുക്കറിയാം, ഒരാൾ ജീവിച്ചിരിക്കുക എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അയാൾ ഉറങ്ങാതിരിക്കണം. ജീവിച്ചിരിക്കുന്നവൻ ഉറങ്ങിക്കിടന്നാൽ പിന്നെന്താ പ്രയോജനം? അള്ളാഹു ഒരു സെക്കൻഡ് പോലും ഒന്ന് കണ്ണിമച്ചിമ്മേണ്ട ആവശ്യം അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. അവന് ഉറക്കം പോകട്ടെ, ഒരു മയക്കം പോലും ബാധിക്കുന്നില്ല. ഇത് അള്ളാഹുവിന്റെ ഹയാത്തിന്റെയും ഖയ്യൂമിയത്തിന്റെയും പൂർണ്ണതയാണ്. ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹയ്യാണ് ഖയ്യൂമാണ് എന്നതിന്റെ അങ്ങേയറ്റത്തെ ഉത്തമാവസ്ഥയെക്കുറിച്ചും ഉന്നതാവസ്ഥയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യനാം വലാ യംബഗി ലഹു അൻ യനാം. അള്ളാഹു ഉറങ്ങുകയില്ല. ഉറങ്ങുക എന്നത് അള്ളാഹുവിന് ഒരിക്കലും യോജിക്കുകയില്ല. എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധ്യന്മാരായി ഗണിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ, അതേപോലെ പ്രാർത്ഥനകളും ആരാധനകളും അർപ്പിക്കപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാവരും ഉറങ്ങുന്നവരും മയങ്ങുന്നവരുമാണ് എന്ന് കാണാൻ സാധിക്കും. ഈസാ നബി ആരാധിക്കുന്നവരുണ്ട്. ഈസാ നബി ഉറങ്ങിയിരുന്ന ആളല്ലേ? തീർച്ചയായിട്ടും. ഇതേപോലെ തന്നെ ഏതൊരു സൃഷ്ടി ആരാധിക്കുന്നവരെ കുറിച്ച് പരിശോധിച്ചാലും അതിന് ഹയാത്ത് ഇല്ലാത്ത അവസ്ഥ ധാരാളമായി കാണാൻ കഴിയും. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതില്ല എന്നർത്ഥം. ഒരു ഉറക്കമോ മയക്കമോ അള്ളാഹുവിൽ നിഷേധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവന്റെ ഹയാത്തിന്റെയും ഖയ്യൂമിയത്തിന്റെയും പൂർണ്ണതയാണ്. അവൻ ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുന്നില്ല. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്. 7-മതായി അള്ളാഹുവിനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം. അള്ളാഹുവിന്റെ ആധിപത്യത്തിന്റെ വ്യാപകത്വമാണ് ഈ ലഹു മാഫി സമാവാത്ത്. ആകാശങ്ങളിൽ എന്തെല്ലാമുണ്ട്, മലക്കുകളാകട്ടെ, ഗോളങ്ങളാകട്ടെ, മറ്റെന്തെല്ലാം മേഘങ്ങളാകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ ഉടമസ്ഥതയ്ക്ക് കീഴിലാണ്. ഭൂമിയിലുള്ള വിശാലമായ സമുദ്രവും പർവ്വതങ്ങളും സസ്യലതാദികളും കിളികളും എല്ലാത്തരം ജീവജാലങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും തീരുമാനത്തിലുമാണ്. അതാണ് ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്. അള്ളാഹു മാത്രം സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നാം ഇതിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർള് ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം റഹ്മാനായ പരമകാരുണികനായ അള്ളാഹുവിന്റെ അരികിലേക്ക് അടിമയായിട്ട് വരാതിരിക്കില്ല എന്നാണ്. എല്ലാം അള്ളാഹിന്റെ അടിമകളാണ്. അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. അവരെ അള്ളാഹു ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. എല്ലാവരും ഖിയാമത്ത് നാളിൽ തനിച്ചാണ് അള്ളാഹുവിന്റെ അരികിലേക്ക് നഫ്സി നഫ്സി നഫ്സിയ. നമ്മളെല്ലാവരും നാളെ അള്ളാഹുവിന്റെ അരികിലേക്ക് തനിച്ചു വരും. അപ്പൊ അള്ളാഹു എത്രമാത്രം ഏകത്വത്തോടുകൂടി ഉയർന്ന് ആധിപത്യങ്ങൾ മുഴുവനുള്ളവനായി നിലനിൽക്കുന്നു എന്ന് ഈ ആയത്തിന്റെ ഭാഗം സൂചിപ്പിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹു അല്ലാതെ മറ്റാരും ഏതെങ്കിലും നിലക്കുള്ള യാതൊരു ഉടമസ്ഥാവകാശവും ഉള്ളവരല്ല എന്നുകൂടി ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട്. 8-മതായി ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് മാത്രമാണ് നടപ്പാവുക എന്ന് ലഹു മാഫി സമാവാതി വമാഫിൽ അർള് എന്നുള്ള ആ ഭാഗം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. 9-മതായി നമുക്ക് പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്നും, നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അള്ളാഹു മാത്രം നൽകിയ അനുഗ്രഹമാണ് എന്നും, ഗുണദോഷങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ് എന്ന വിധിയുടെ അടിയുറച്ച വിശ്വാസം ലഹു മാഫി സമാവാതി വമാഫിൽ അർള് എന്ന ആയത്ത് ഓതുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളോട് പേരക്കുട്ടി മരണപ്പെട്ട സമയത്ത് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅ്ത. അള്ളാഹു എടുക്കുന്നതും കൊടുക്കുന്നതുമെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന്. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. എല്ലാ സൃഷ്ടികളും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അരികിൽ അതിന് നിർണയിക്കപ്പെട്ട ഒരു അവധിയുണ്ട്. എല്ലാ സൃഷ്ടികളും എന്ന് തുടങ്ങണമെന്ന് അവസാനിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവൻ എന്നെന്നുമുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് എന്നും അള്ളാഹുവിന്റെ മഹത്വങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ആയത്തിന് പാരായണം ചെയ്യുന്ന ഓരോ സന്ദർഭത്തിലും.
അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആധിപത്യം അത് നടപ്പാകുന്നത് കൊണ്ടാണ് അവന് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാതെ ഉൾക്കൊള്ളാൻ കഴിയും. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആരാണ് അള്ളാഹുവിന്റെ അരികിൽ അവന്റെ ഉത്തരവില്ലാതെ ശുപാർശ ചെയ്യാനുള്ളത്? തൗഹീദിന്റെ ഏറ്റവും നിർണായകമായ ചോദ്യമാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ വിഗ്രഹാരാധനയുടെ ആധാരം എന്താണെന്നറിയാമോ? സൃഷ്ടികളെ സൃഷ്ടികളായി കാണുന്നവർ തന്നെയാണ് അവരെ ആരാധ്യന്മാരായും കാണാറുള്ളത്. ഈ ലോകത്ത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആരാധ്യൻ അല്ലെങ്കിൽ ആരാധ്യന്മാരായി ആലിഹത്തായി ഗണിക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നിനെ എടുത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആരാധന എടുത്ത് പരിശോധിച്ചാൽ അതൊന്നും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്ന് ആരും വാദിച്ചിട്ടില്ല. എല്ലാം സൃഷ്ടികളാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ഇലാഹുകളും സൃഷ്ടികളാണ്, അള്ളാഹു ഒഴികെ എന്ന് ആ ഇലാഹുകളെ ആരാധിക്കുന്നവർ പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. അല്ലാതെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അള്ളാഹു അല്ലാത്ത മറ്റൊരാളാണ് എന്ന് വാദിക്കുന്ന ഒരു മുശ്രിക്കും ഈ ലോകത്ത് നമുക്ക് കാണാൻ, ഒരു മുശ്രിക്കിനെയും നമുക്ക് കാണാൻ കഴിയില്ല. ശിർക്കിന്റെ ആധാരം എന്താണെന്നറിയാമോ? അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിൽ പോലും ആ സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ അരികിൽ പ്രത്യേകമായ സ്ഥാനം ലഭിക്കും, പദവി ലഭിക്കും, അള്ളാഹുവിലേക്ക് അടുക്കും. അത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവർ അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനകൾ ഇബ്ലീസിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് അവർ സൃഷ്ടികൾക്ക് നൽകും. ഈ സൃഷ്ടികൾ ശഫാഅത്ത് ചെയ്ത് തങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരുമെന്നല്ലാതെ ലോകത്ത് ഏത് മതത്തിൽപ്പെട്ട മുശ്രിക്കും അവരുടെ ആരാധ്യന്മാരെ സംബന്ധിച്ച് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് വിഗ്രഹാരാധകരെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് രണ്ട് തത്വങ്ങൾ ഖുർആൻ പറഞ്ഞു. ഒന്ന്, മുശ്രിക്കുകൾ അല്ലാഹു അല്ലാതെ ഗുണമോ ദോഷമോ ചെയ്യാത്തവരെ ആരാധിക്കുന്നവർ പറയുന്ന ന്യായം, വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ്. അത് സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ കാണാം. അതേപോലെ സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിൽ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് മുശ്രിക്കിന്റെ വിശ്വാസം പറയുന്നു, മാ നഅബുദുഹും, ഈ സൃഷ്ടികളെ ഞങ്ങൾ ആരാധിക്കാറില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഒരു സൃഷ്ടിയെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. എന്തു മനസ്സിലായി? ലോകത്ത് വിഗ്രഹാരാധനയുടെ ആധാരം സൃഷ്ടികൾക്ക് യഥേഷ്ടം അള്ളാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്ത് ഏതൊരു കാര്യവും നേടിത്തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. അതാണ് നമ്മുടെ നാട്ടിലെ ഖബർ പൂജകർ, ജാറ പൂജകർ, ഇവിടെയുള്ള നമ്മുടെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, പൗരോഹിത്യത്തിന്റെ നിയമങ്ങൾക്ക് അടിപ്പെട്ടുപോയ സാധാരണക്കാരായ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ, അവരെല്ലാം ശിർക്കൻ വിശ്വാസികളും മുശ്രിക്കുകളുമായി മാറിയത് ഈ ഒരു തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടും ആയത്തുൽ കുർസി അറിയാത്തത് കൊണ്ടും. അതുകൊണ്ട് ആയത്തുൽ കുർസി അർത്ഥമറിഞ്ഞ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ പാരായണം ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ പോലും ബദരീങ്ങളെ എന്ന് വിളിക്കില്ല, മൊനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കില്ല, CM-ൽ പ്രതീക്ഷ അർപ്പിക്കുകയില്ല, ഒരു ജാറത്തിലും പോയി കുമ്പിടുകയോ ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ തെണ്ടി നിരങ്ങുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ മുസ്ലിം ഉമ്മത്ത് അധപ്പതിച്ചു പോകുമായിരുന്നില്ല ആയത്തുൽ കുർസിനെ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ അള്ളാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്യാൻ ആരാണുള്ളത്? ഒരാളുമില്ല എന്നാണ് അർത്ഥം. അവർ ശഫാഅത്തുകാരുടെ ശഫാഅത്തുകൾ റബ്ബിന്റെ അരികിൽ പ്രയോജനപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ അതൊരു വ്യാമോഹം മാത്രമാണ്. തങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ, തങ്ങൾ പൂജിക്കുന്ന മയ്യിത്തുകൾ, അവർ അള്ളാഹുവിന്റെ അരികിൽ തങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്നുള്ള വിശ്വാസം ആളുകളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ പരിസരത്തുള്ള ജാറങ്ങൾ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജാറങ്ങളുള്ള ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ഈ പരിസരത്തുള്ള ജാറങ്ങളിലുള്ള മറമാടപ്പെട്ട മയ്യിത്തുകൾക്ക് ആരാണ് അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യാൻ അനുമതി നൽകിയത്? ആ അനുമതിയുടെ രേഖ എവിടെയെന്ന് മുസ്ലിയാക്കന്മാരോട് ചോദിക്കുക. ഒരു രേഖയുമില്ല. CM-ന് ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരാൻ അനുമതി കൊടുത്തതിന്റെ രേഖ എവിടെ? മനമ്പത്തടിഞ്ഞ ബീവിക്ക് ശഫാഅത്ത് ചെയ്യാൻ അനുമതി കൊടുത്തതിന്റെ രേഖ എവിടെ? ഭീമാപ്പള്ളി ഉമ്മ മുതൽ ഉള്ളാളത്തങ്ങൾ വരെയുള്ള ജാറങ്ങളായ ജാറങ്ങൾ അഥവാ മുസ്ലിം ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്ന കിടത്തിവെച്ച വിഗ്രഹങ്ങൾ വെറുതെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതും, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസ്റൻ യുബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഈ ആരാധനയുടെ ആ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റി ശിർക്കിലേക്ക് പോകുന്നതിന് മർമ്മം ശഫാഅത്തിനെ സംബന്ധിച്ച് ഈ തെറ്റായ വിശ്വാസമാണ്. അതുകൊണ്ട് ശിർക്കിനെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് മുച്ചൂടും എടുത്തു കളയുന്ന ഒരു ചോദ്യമാണ്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ അവന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്?
മറ്റൊന്ന് അള്ളാഹുവിന്റെ മഹത്വം ഇവിടെ മനസ്സിലാക്കാം, അവന്റെ വലുപ്പം മനസ്സിലാക്കാം. ഒരാൾ ശഫാഅത്ത് ചെയ്ത് സ്വാധീനിച്ച് വീഴ്ത്താൻ പറ്റിയവനല്ല അള്ളാഹു, അവൻ സ്വയം തന്നെ തീരുമാനങ്ങളുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ കിബിരിയാകും, അതേപോലെ അവന്റെ ജലാല്, അവന്റെ അളമത്ത്, ഇതെല്ലാം തന്നെ ആ ആയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. സൂറത്തുൽ അംബിയായിൽ കാണാം, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ. അള്ളാഹു ആരെയാണോ തൃപ്തിപ്പെട്ടത് അവർക്ക് വേണ്ടിയല്ലാതെ പരലോകത്തുള്ള ശഫാഅത്തുകൾ പോലുമില്ല. ഇഹലോകത്ത് മരണപ്പെട്ടു പോയ ആളുകൾ ആലമുൽ ബർസഖിലായിരിക്കെ ആർക്കും വേണ്ടി യാതൊരു ശഫാഅത്തും ചെയ്യുന്നില്ല. ഉള്ള ശഫാഅത്തുകൾ മഹ്ശറിലെത്തിയതിനു ശേഷമാണ്. അത് ഒരു വലിയനും ഒരു ശൈഖിനും ഒരു നബിക്കും ഒരു മുഅ്മിനിനും താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് അള്ളാഹു പറയും, ഇന്ന ആളുകൾക്ക് വേണ്ടി ഇന്ന കാര്യത്തിൽ ശഫാഅത്ത് ചെയ്തോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അള്ളാഹു നിർണയിച്ചു കൊടുത്ത പരിധി വയഹുദ്ദു ലി ഹദ്ദ, ആ ഹദ്ദനുസരിച്ച് ശഫാഅത്ത് ചെയ്യുക എന്ന ശഫാഅത്ത് മാത്രമേ ഇസ്ലാമിലുള്ളൂ. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഏത് ഭാഷയിൽ എത്രായിരം ആളുകൾ എവിടെ നിന്നൊക്കെ വിളിച്ചാലും അതെല്ലാം വേർതിരിച്ചു മനസ്സിലാക്കി അതിലൊക്കെ ശഫാഅത്ത് ചെയ്ത് ദുനിയാവിന്റെ പ്രശ്നങ്ങളും വിപത്തുകളും ഒക്കെ പരിഹരിക്കാൻ ഈ അംബിയ ഔലിയാക്കൾക്ക് സാധിക്കുമെന്നൊരാൾ വിശ്വസിച്ചാൽ അത് വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മക്കാ മുശ്രിക്കുകൾക്കുള്ള വിശ്വാസത്തിനും തുല്യമായ അതേ വിശ്വാസമാണ് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യാൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദിയത്ത്, അള്ളാഹുവിന്റെ അരികിലായിരിക്കുക എന്ന ഒരു വിശേഷണം അള്ളാഹുവിനുണ്ട് എന്നും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അള്ളാഹുവിന്റെ അരികിൽ ആർക്കും ശഫാഅത്തില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ അള്ളാഹു ശഫാഅത്തിന് അനുമതി നൽകുക എന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരെ കുറിച്ച് ശുറക്കായി എന്നിങ്ങനെ പര്യായങ്ങൾ കാണാം. വമാ നറാ മഅക്കും ശുഫാഅക്കും, നിങ്ങളുടെ ആരാധ്യന്മാരെ കാണുന്നില്ലല്ലോ എന്നുള്ളത് ഖുർആൻ ചോദിക്കുന്നത് നിങ്ങളുടെ ശുപാർശകരെ കാണുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ ഇലാഹുകൾ എന്നതിനു പകരം ശുപാർശകർ എന്ന് തന്നെ ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങൾ ആലിഹത്താണെന്ന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ശുഫാ ആണെന്ന് മാത്രമേ ഈ മക്ബറകളിൽ മറമാടപ്പെട്ടവർ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ശുഫാ തന്നെയാണ് അവരുടെ ആലിഹത്ത് എന്ന് വളരെ വ്യക്തമായി ആയത്തുൽ കുർസി മനസ്സിലാക്കുന്ന ഒരാൾക്ക് തിരിയും. അതേ സമയത്ത് പരലോകത്ത് സ്ഥിരപ്പെട്ട ശഫാഅത്തുകളുണ്ട്. ശഫാഅത്തുൽ ഉദ്മ, വിചാരണക്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യും. അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. ഖുർആനും നോമ്പുമൊക്കെ നോമ്പുകാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതേപോലെ മത്സ്യങ്ങളും ഉറുമ്പുകളും പോലും ഇൽമു പഠിക്കുന്നവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അതേപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ 9 തരം ശഫാഅത്തുകൾ പരലോകത്തുണ്ട്. അത് സ്ഥിരപ്പെട്ടതാണ്. അതും ഞാൻ ഈ നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ശഫാഅത്തും രണ്ടും വ്യത്യസ്തമാണ്. അത് രണ്ടും നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എന്നാൽ ഖവാരിജുകൾ, മുഅ്തസിലികൾ ഇവൾ പരലോകത്തും ശഫാഅത്തുണ്ട് എന്നതിന് നിഷേധിക്കുന്നു. പ്രത്യേകിച്ചും വൻകുറ്റം ചെയ്ത ആളുകൾക്ക് വേണ്ടി ആരും ശഫാഅത്ത് ചെയ്യുകയില്ലെന്നും ആ ശഫാഅത്തൊന്നും ഫലപ്പെടുകയില്ലെന്നുമുള്ള വിശ്വാസം ഖവാരിജുകൾക്കും മുഅ്തസിലിയാക്കൾക്കുമുണ്ട്. അവർക്ക് മറുപടിയാണ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്ന് പറയുന്ന ആയത്ത്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അല്ലാഹു അവന്റെ അറിവിന്റെ വ്യാപകത്വത്തെക്കുറിച്ച് വരാനുള്ളതും കഴിഞ്ഞുപോയതും മുന്നിലുള്ളതും പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു. അവന്റെ അറിവ് എത്രമാത്രം വിശിഷ്ടമാണ്. അതേപോലെ തന്നെ ഖദരിയാക്കൾക്ക് ഇവിടെ മറുപടിയുണ്ട്. അവർ ഖദറിനെ നിഷേധിക്കുന്നു. അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് കാര്യങ്ങൾ എന്നതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മറുപടി, അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയും. അറിയുന്നത് അവൻ എഴുതി വെക്കും, അതവൻ തീരുമാനിക്കും. അവന്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഖദറിനെ നിഷേധിക്കുന്ന ഖദരിയാക്കളെ സംബന്ധിച്ച് നേരത്തെ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ വാദങ്ങൾക്ക് മറുപടിയാണ് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും എന്നുള്ള കാര്യം. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്ന സൂറത്തുൽ അൻആം 59-ാമത്തെ ആയത്ത്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അല്ലാഹുവിന്റെ അരികിലാണ് അഭൗതികതയുടെ താക്കോലുകളുള്ളത്. ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റാരും അതറിയുന്നില്ല. വയഅലമു മാ ഫിൽ അർളി വൽ ബർരി, മാ ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലുമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നു. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യം പോലും ഉണ്ടാകുന്നില്ല. ഫീ ദുലുമാത്തിൽ അർളി, ഭൂമിയുടെ ഇരുട്ടുകളിൽ. വലാ റത്ബിൻ വലാ യാബിസിൻ, ഉണങ്ങിയതോ പച്ചയായ ഒരു വസ്തുവും ഇല്ലാ ഫി കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിലില്ലാതെ എവിടെയുമില്ല. അപ്പൊ അല്ലാഹുവിനെല്ലാം അറിയാം, അറിയുന്നതെല്ലാം രേഖയിലുമാണ് എന്ന് വളരെ കൃത്യമായി മറ്റൊരായത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അല്ലാഹുവിന്റെ അറിവിൽ നിന്നും യാതൊന്നും അവൻ ഉദ്ദേശിച്ചതല്ലാതെ ആരും വലയം ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ അറിവ് അതിവിശാലമാണ്, അനന്തമാണ്. അത് അത്രയേറെ അറിവ് അല്ലാഹുവിന് അറിയാത്തതായി യാതൊന്നുമില്ല.
എന്നാൽ സൃഷ്ടികളുടെ അറിവും ഓരോരുത്തർക്കും എത്രയാണോ അള്ളാഹു നൽകുന്ന അറിവും ആ കണക്കനുസരിച്ച് അറിയുക എന്നല്ലാതെ അമ്പിയാക്കൾക്ക് ചിലപ്പോൾ ചില ഗൈബിയായ കാര്യങ്ങൾ അറിയും. അത് അള്ളാഹു വഹി എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അമ്പിയാക്കൾക്കല്ലാതെ അള്ളാഹു ഗൈബിയായ കാര്യങ്ങൾ അറിയിക്കുകയുമില്ല. ഔലിയാക്കൾക്കും അതേപോലെ മറമാടപ്പെട്ട ബീവിമാർക്കും തങ്ങന്മാർക്കും സിദ്ധന്മാർക്കുമൊക്കെ ഗൈബ് അറിയാമെന്നുള്ള വിശ്വാസം അത് വ്യക്തമായും തൗഹീദിൽ പങ്കുചേർക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന അറിവല്ലാതെ മറ്റാർക്കും യാതൊരു അറിവും ഉണ്ടാവുകയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ, അമ്പിയ ഔലിയാക്കൾക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ, യഥേഷ്ടം അറിയാൻ അള്ളാഹു കഴിവ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തെറ്റായ വിശ്വാസമാണ്. റസൂലുമാർക്ക് മാത്രം അവരുടെ റിസാലത്തിനെ തെളിയിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ചില ഗൈബിയായ കാര്യങ്ങൾ മാത്രം അവർ റസൂലുമാരാണ് എന്ന് തെളിയിക്കാൻ പ്രവചനങ്ങൾക്ക് വേണ്ടി അറിയിച്ചു കൊടുക്കുന്നതും അവർ അറിയുമെന്നൊഴിച്ചു നിർത്തിയാൽ വ്യാപകമായ ഗൈബിയായ ജ്ഞാനം അമ്പിയാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ ആ അറിവിൽ നിന്ന് യാതൊന്നും കൈവശപ്പെടുത്താനും കഴിയുകയില്ല എന്ന് കൃത്യമായി പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹുവിന്റെ അധികാരം, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ, ഇതിനെക്കുറിച്ച് ശക്തമായ കൃത്യമായ ധാരണ ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അബദ്ധത്തിൽ പോലും ഏതെങ്കിലും ഒരു ശൈഖിന്റെ മുന്നിൽ അവൻ കുമ്പിടുകയില്ല, ഒരു മഖ്ബറയുടെ മുന്നിൽ അവൻ സുജൂദ് ചെയ്യുകയില്ല, ശിർക്കിന്റെ വഴിയിലേക്ക് അവൻ വഴുതിപ്പോവുകയില്ല. അതുകൊണ്ട് തൗഹീദിന്റെ ആധാരം ആയത്തുൽ കുർസിയിലുണ്ട്. തൗഹീദിൽ അടിയുറച്ച് ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ കുർസി, കസേര, സിംഹാസനം, അത് ആകാശഭൂമികളെ ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശഭൂമികളെല്ലാം ചേർത്താൽ എത്രയുണ്ടോ അതിന്റെ എത്രയോ മടങ്ങാണ് കുർസി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി പോലും ഇത്രമാത്രം വിശാലമാണെങ്കിൽ അള്ളാഹുവിന്റെ വലുപ്പത്തെക്കുറിച്ച് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നുകൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അക്ബറാണ്, ഏറ്റവും വലിയവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് കുർസി. കുർസിയിനേക്കാൾ വലുതാണ് അർശ്. അർശാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള സൃഷ്ടി. അള്ളാഹു അർശിനും മീതെയാണ്. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു അർശിനേക്കാൾ ഉയർന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ആകാശഭൂമികളെ സംബന്ധിച്ച് കുർസിയെ അപേക്ഷിച്ച് ആകാശഭൂമികൾ മരുഭൂമിയിൽ വീണ് കിടക്കുന്ന ഒരു മോതിരം പോലെയാണ്. വിശാലമായ മരുഭൂമിയിൽ ഒരു മോതിരം വീണ് കിടക്കുന്നു. ആ മരുഭൂമിയെ അപേക്ഷിച്ച് മോതിരം എത്ര ചെറുതാണ്. കുർസിയെ അപേക്ഷിച്ച് ആകാശഭൂമികളുടെ ഇത്രയും വിശാലമായ ആകാശം ഭൂമി അത്രയും ചെറുതാണ്. കുർസിയാണെങ്കിലോ അർശിനെ അപേക്ഷിച്ച് മരുഭൂമിയിൽ വീണ് കിടക്കുന്ന സഹറായിലെ ഒരു ഹലക്കത്തിനേക്കാൾ, ഒരു വട്ടക്കണ്ണിയേക്കാൾ ചെറുതാകുന്നു ഈ കുർസി തന്നെ ചെറുതാണ് അർശിനെ അപേക്ഷിച്ച് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ വലുപ്പം പറയുമ്പോൾ അള്ളാഹു വലുപ്പം നിർണയിക്കപ്പെടാൻ കഴിയാത്തവനാണ് എന്നുകൂടി ബോധ്യപ്പെടുകയാണ്. ഈ കുർസിന്റെ സൃഷ്ടാവ് എത്ര മഹത്വമുള്ളവനും എത്ര വലിയവനുമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കുർസി എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ. അല്ലാഹുവിന്റെ രണ്ട് പാദങ്ങളുടെ സ്ഥാനമാണ് കുർസി. വൽ അർശു ലാ യഖ്ദിറു അർശ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ കണക്ക് ഒരാൾക്കും ഒരിക്കലും കണക്കാക്കാൻ കഴിയുകയില്ല എന്നും കൃത്യമായി പറഞ്ഞു. അത്രയും പ്രവിശാലമാണ് അർശ് എന്ന് പറഞ്ഞാൽ. അത് അർശിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ഏതാനും മലക്കുകൾ, 8 മലക്കുകൾ അർശുവാഹകരാണ്. ആ മലക്കുകളുടെ കാതിനും ചുമലിനുമിടയിൽ തന്നെ 700 വർഷത്തിന്റെ വലിപ്പമുണ്ട്. ഒരു അർശ് വഹിക്കുന്ന ഒരു അർശ് 8 മലക്കുകളാണ് വഹിക്കുന്നത്. അതിന്റെ ഭാഗങ്ങളിൽ 8 മലക്കുകൾ അതിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മലക്കുകളിൽ ഒരാളുടെ കാത് മുതൽ ചുമല് വരെ എത്തണമെങ്കിൽ 700 വർഷത്തെ വഴിദൂരം. അത്രയും ഭീമാകാരന്മാരായ മലക്കുകളാണ് അർശ് വഹിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. എന്നാൽ വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, ആളുകൾ അള്ളാഹുവെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി വീണ്ടും പറഞ്ഞു, വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അള്ളാഹുവിന് ആകാശഭൂമികൾ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. അള്ളാഹുവിന്റെ ശക്തി ഇവിടെ സ്ഥിരപ്പെടുകയാണ്. അള്ളാഹുവിന് വളരെ
വളരെ എളുപ്പമാണ്. ആകാശവും ഭൂമിയെ നിയന്ത്രിക്കാൻ ഇത്രയും വലിയ കുർസിന്റെയും അർശിന്റെയും ഒക്കെ സൃഷ്ടാവായ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിയും അതിലുള്ള സൃഷ്ടികളും അതിനെ നിയന്ത്രിക്കാൻ വല്ല പാടുമുണ്ടോ? ഒരിക്കലുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. വഹുവൽ അലിയുൽ അലീം, അവൻ അത്യുന്നതനും മഹത്വമുള്ളവനുമാണ്. ഉന്നതൻ എന്ന് പറഞ്ഞാൽ ഒന്ന്, അള്ളാഹു എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടിയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അതിനു മുമ്പേ അള്ളാഹു ഉണ്ട്. അള്ളാഹു എന്നും ഉണ്ടായിരിക്കും. സൃഷ്ടികൾ തുടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യുന്നതാണ്. സൃഷ്ടികൾക്ക് അതീതനാണ് അള്ളാഹു. എവിടെയാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ ഫിസ്സമാ, ഉപരിയിൽ. അതാണ് അള്ളാഹു അലി എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമതായി അള്ളാഹു അലിയാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ എല്ലാ ശക്തിവിശേഷങ്ങളും അത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. എല്ലാം കാണുന്നവനെന്ന് പറഞ്ഞാൽ ഏറ്റവും കാണുന്നവൻ അള്ളാഹുവാണ്. എല്ലാം കേൾക്കുന്നവനെന്ന് പറഞ്ഞാൽ ഏറ്റവും കേൾക്കുന്നവൻ അള്ളാഹുവാണ്. അവന്റെ കേൾവിയും അവന്റെ കാഴ്ച, അവന്റെ അറിവ്, അവന്റെ കഴിവ്, അവന്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏറ്റവും ഉന്നതമായിട്ടുള്ളവനാണ് എന്നാണ്. വഹുവൽ അലി, അള്ളാഹു ഉന്നതനാണ് എന്ന് പറഞ്ഞാൽ അൽ അലീം, അവൻ വലിയവനാണ്, മഹത്വമുള്ളവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൽ മുൻദിർ, ഓ അബുൽ മുൻദിർ, അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാക അഅലം, അള്ളാഹുവിന്റെ കിതാബിൽ നിന്നോടൊപ്പമുള്ള ആയത്തുകളിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണെന്ന് നിനക്കറിയാമോ? ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനും അറിയാം. അദ്ദേഹം ചോദിച്ചു, അതദ്രി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മാക അഅലം, വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ കിതാബിൽ നിന്റെ കൂടെയുള്ളതിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? രണ്ടാമതും ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, ആയത്തുൽ കുർസിയാണ് എന്ന്. ഫളറബ ഫീ സദ്രി, അപ്പോൾ എന്നെ അഭിനന്ദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചിലൊന്ന് കൊട്ടി. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലിയഹ്നിക്കൽ ഇൽമു അബൽ മുൻദിർ, അല്ലാഹു, തീർച്ചയായിട്ടും അല്ലാഹുവാണേ സത്യം, ഈ ഇൽമ് നിനക്ക് മംഗളകരമായി ഭവിക്കട്ടെ അബുൽ മുൻദിർ എന്ന് ഉബയ്യ് ഇബ്നു കഅബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചതായിട്ട് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമദാൻ, റമദാനിന്റെ സകാത്ത് സ്വത്തുകൾ സൂക്ഷിക്കാൻ വേണ്ടി, അത് കാവൽ നിൽക്കാൻ വേണ്ടി എന്നെ വക്കാലത്ത് ഏൽപ്പിച്ചു. അങ്ങനെ അതിൽ ധാരാളം ധാന്യങ്ങളുണ്ട്. ഒരാൾ വന്ന് അതിലെ ധാന്യം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് അബൂ ഹുറൈറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ മാപ്പ് ചോദിച്ചു. അയാളെ അന്ന് വെറുതെ വിട്ടു. രണ്ടാമത്തെ ദിവസവും അത് ആവർത്തിച്ചു. അന്നും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസം ആ ധാന്യങ്ങൾ മോഷ്ടിക്കാൻ വന്നവനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ വിടുകയില്ല, നിന്നെ ഞാൻ റസൂലുള്ളാഹിയുടെ അരികിൽ ഹാജരാക്കും, ഇത് നീ ആവർത്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എങ്ങാനും എന്നെ ഇന്നത്തെ ഒരു ദിവസം കൂടി വെറുതെ വിട്ടാൽ നിനക്ക് ഞാൻ ഒരു അറിവ് പഠിപ്പിച്ചു തരാം. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നിനക്ക് പഠിപ്പിക്കാനുള്ളത്? അപ്പൊ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖർ ആയത്തുൽ കുർസി, നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതണം. നിന്റെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നിട്ട് ഹത്താ തഖ്തിമലായ ആയത്തിന്റെ അവസാനം വരെ ഓതി കൊടുത്തു. അത് ഓതണമെന്ന് പറഞ്ഞു. അങ്ങനെ നീ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത് എങ്കിൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൾ, അല്ലാഹുവിൽ നിന്ന് എപ്പോഴും നിനക്കൊരു സംരക്ഷകൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലാ യഖ്റബന്നക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ്, നേരം പുലരുവോളം ഉറങ്ങുന്ന സമയത്ത് ശൈത്വാൻ നിന്നെ സ്പർശിക്കുകയില്ല. മനസ്സിലായില്ലേ? അപ്പോ ആയത്തുൽ കുർസി ഓതുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് പ്രത്യേക സംരക്ഷണം ലഭിക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമതായി ശൈത്വാന്റെ ദ്രോഹങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ കാരണമായി ആയത്തുൽ കുർസിനെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് റുഖിയ മന്ത്രങ്ങളിൽ ഒന്നാമതായി ആയത്തുൽ കുർസി പരിഗണിക്കപ്പെടുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ വന്നത് ഇബ്ലീസായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോൾ സ്വദഖക, അവൻ പറഞ്ഞത് സത്യമാണ്, അതായത് ആയത്തുൽ കുർസി ഓതിയാൽ സംരക്ഷണം കിട്ടുമെന്നും അതേപോലെ തന്നെ പിശാച് അവനെ ദ്രോഹിക്കുകയില്ല എന്നും പറഞ്ഞ സത്യമാണ്. പക്ഷേ വഹുവ കദൂബ്, പറഞ്ഞവൻ നുണയനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ, എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ തടസ്സമില്ല. ഒരാൾ ഫർദ് നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതി അടുത്ത നിസ്കാരത്തിലും അയാൾ മരണപ്പെട്ടു എങ്കിൽ അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതി നിസ്കാരം അവസാനിപ്പിച്ചതിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് മരണമല്ലാതെ സ്വർഗത്തിലെത്താൻ തടസ്സമില്ലെന്ന് പറഞ്ഞാൽ മരിക്കുക എന്നതേ വേണ്ടൂ, അയാൾ സ്വർഗാവകാശിയായി തീർന്നു. ഇത്രയേറെ പ്രത്യേകതയുള്ള ഈ ആയത്തുൽ കുർസി ഓതാൻ അറിയാത്തവർ പോലും നമ്മുടെ ഇടയിലുണ്ട്.
എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തണം. ആയത്തുൽ കുർസി ഓതാൻ അറിയാത്തവരുണ്ടാകരുത്. കുട്ടികളെ അത് പഠിപ്പിക്കണം. നിരന്തരമായി നമ്മൾ ഓതണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും അത് ഓതണം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് അത് ഓതണം. രാവിലത്തെ ദിക്റുകളിൽ അത് ഓതണം. വൈകുന്നേരത്തെ ദിക്റുകളിൽ അത് ഓതണം. അങ്ങനെ ആയത്തുൽ കുർസിന്റെ ആളുകളായി നമ്മൾ മാറണം. ആയത്തുൽ കുർസി മുഖേന ശൈത്വാനിൽ നിന്ന് സംരക്ഷണം കിട്ടുകയും അതേപോലെ സ്വർഗപ്രവേശനം എളുപ്പമാവുകയും ഏറ്റവും മംഗളകരമായ അറിവ് സ്വായത്തമാക്കുകയും ചെയ്ത സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على إطاعتك وآخر دعوانا أن الحمد لله رب العالمين.